മണിപ്പൂരിൽ വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. ഉന്നത ഭീകര നേതാവ് പിടിയിൽ. M16 റൈഫിലും ഗ്രനൈഡുകളും കണ്ടെടുത്തിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ അതീവ സുരക്ഷാ സേനയാകട്ടെ അവിടെ അതിതീവ്രമായ ഒരു വേട്ടയാണ് നടത്തിയിരിക്കുന്നത്. വംശീയ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ നിർണായക മുന്നേറ്റവുമായി സുരക്ഷാ സേന ഇപ്പോൾ രംഗത്ത് വരികയാണ്. നിരോധിത ഭീകര സംഘടനയുടെ മുതിർന്ന നേതാവിനെ അറസ്റ്റ് ചെയ്തതോടൊപ്പം തന്നെ വൻ തോതിലുള്ള ആയുധശേഖരം പിടിച്ചെടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സുരക്ഷാ സേനയുടെ ശക്തമായ നീക്കമായാണ് ഈ ഓപ്പറേഷനെ വിലയിരുത്തുന്നത്. പോലീസും ഇന്ത്യൻ കരസേനയും സംയുക്തമായി നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലാണ് ഇത്തരത്തിൽ ഇവിടെ ആ മണിപ്പൂരിലെ ചില ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും നിരോധിത സംഘടനയായ കാംഗ്ലേക് പാക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് പീപ്പിൾസ് വാർ വിഭാഗത്തിലെ സ്വയം പ്രഖ്യാപിത മേജർ എന്നറിയപ്പെടുന്ന 42കാരനെ പിടികൂടിയിരിക്കുന്നത്. വാങ്കു മമേക് മേഖലയിൽ ഒളിത്താവളത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പ്രദേശത്തെ നിരവധി അക്രമ സംഭവങ്ങൾക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും ഇയാൾ നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക കണ്ടെത്തൽ. അറസ്റ്റിന് പിന്നാലെ തന്നെ നടത്തിയ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ജില്ലയിൽ നിന്ന് സുരക്ഷാ സേന വ്യാപക തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഈ പരിശോധനയിൽ നിരവധി തോക്കുകൾ, ഗ്രനേഡുകൾ, വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ അടങ്ങിയ വൻ ആയുധശേഖരമാണ് കണ്ടെടുത്തത്. ഈ ആയുധങ്ങൾ ഭാവിയിൽ ആക്രമണങ്ങൾ നടത്താൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും അല്ലെങ്കിൽ ഇതിന് പദ്ധതിയിട്ടോ എന്ന സംശയമടക്കം ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. മണിപ്പൂരിൽ കഴിഞ്ഞ മാസമായി തന്നെ സുരക്ഷാ സേനയുടെ ഭീകരവിരുദ്ധ നടപടികൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നിയമവിരുദ്ധ ആയുധങ്ങൾ കണ്ടെടുക്കുവാനും അവിടെ ഒളിവിൽ കഴിയുന്ന ഭീകര സംഘടനാ പ്രവർത്തകരെ പിടികൂടുവാനും വിവിധ ജില്ലകളിൽ തുടർച്ചയായി തന്നെ കോംബിംഗ് ഓപ്പറേഷനുകൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടി. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ അറസ്റ്റ് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ നേട്ടമായാണ് കണക്കാക്കുന്നത്. അതുമാത്രമല്ല, പിടിയിലായ ഭീകരരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ അറസ്റ്റുകളും ആയുധവേട്ടയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് സൂചന. മണിപ്പൂരിലെ സംഘർഷം നിയന്ത്രണ വിധേയമാകുകയും ഭീകര സംഘടനകളുടെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതാകാനുള്ള നടപടികൾ തുടരുമെന്നതാണ് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ തന്നെ അവിടെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ മറ്റ് മലനിരകളിൽ അതുമായി കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളിലെല്ലാം സൈന്യവും പോലീസും നടത്തിയ ബൃഹത്തായ തിരച്ചിലിൽ വൻ ആയുധശേഖരമാണ് കണ്ടെടുത്തിരിക്കുന്നത്. ആധുനിക M16 റൈഫിൽ, 7+ പിസ്റ്റലുകൾ, മാർക്ക് 3 റൈഫിൽ, സ്പെനൈസർ റൈഫിൽ, .22 വോൾട്ട് ആക്ഷൻ ഗൺ, 25 സിംഗിൾ ബാരൽ ഷട്ട് ഗണ്ണുകൾ, 4 പമ്പ് ആക്ഷൻ ഷട്ട് ഗണ്ണുകൾ, അതുമാത്രമല്ല വിനാശകാരികളായ 3 ഹാൻഡ് ഗ്രനേഡുകൾ, 20 ഡിസ്ട്രോയറുകൾ, വിവിധ തോക്കുകളുടെ 76 വെടിയുണ്ടകൾ എന്നിവ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ കണ്ടെടുത്തു. ഇതിനു പുറമെ തന്നെ ആശയവിനിമയത്തിനായി തന്നെ ഭീകരർ ഉപയോഗിച്ചിരുന്ന 4 റേഡിയോ സെന്ററുകൾ പിടിച്ചെടുക്കുകയും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും അവിടെ പരിശോധന ശക്തമായി തന്നെ തുടരുമെന്നതാണ് സുരക്ഷാ സേന ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.